പ്രിയമുള്ള സഹോദരങ്ങളെ, മുത്തലാഖുമായി ചർച്ച പുരോഗമിക്കുമ്പോഴാണ് അതിനിടയിൽ വന്ന വിമർശനങ്ങളിൽ പെടുന്നതാണ് ബഹുഭാര്യത്വം. സത്യത്തിൽ നമ്മൾ വിമർശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഏതൊരു കാര്യം എടുക്കുമ്പോഴും സമൂഹത്തിൽ അതിന്റെ കൃത്യമായ കണക്കെടുത്തുകൊണ്ടും അതിന്റെ ഈ ആചാരത്തിന്റെ സംസ്കാരത്തിന്റെ ഗുണഭോക്താക്കൾ വല്ലവരും ഉണ്ടോ എന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുവാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഈ രീതി ഉണ്ടായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിന് ഗുണമോ ദോഷമോ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ വിമർശകരായി നാം മാറുകയാണ് സത്യത്തിൽ. എന്നാൽ ഇത്തരം സാമൂഹിക രീതികളുടെയൊക്കെ കൃത്യമായ കാര്യവും അതിന്റെ ആവശ്യകതയും ഒക്കെ പഠിക്കുകയും അതിന്റെ ഗുണഭോക്താക്കളെ കണക്കെടുത്ത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിന്റെയൊക്കെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുകയും വിമർശനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വരിക. ബഹുഭാര്യത്വത്തിനെ കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയതിലുപരിയായിക്കൊണ്ട് ജർമ്മൻ ചിന്തകനായ ഷോപ്നോവർ ഓൺ വുമൺ എന്ന് പറയുന്ന തന്റെ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ബഹുഭാര്യത്വം നിയമം മൂലം നമ്മുടെ സമൂഹത്തിൽ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് കാരണത്താൽ സ്ത്രീകൾ പലപ്പോഴും നാഥനില്ലാതെ ദരിദ്രത്തിലും കഷ്ടപ്പാടിലുമായി ജീവിക്കേണ്ട അവസ്ഥ വരുന്നു. അവിവാഹിതകളായിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുടുംബങ്ങളിൽ നിന്നുള്ള കന്യകകൾക്ക് പോലും വരന് ലഭിക്കാത്ത ദുരവസ്ഥയാണുള്ളത്. താഴേക്കിടയിലുള്ളവരുടെ കാര്യം ഇതിലും കഷ്ടമാണ്. പ്രയാസങ്ങൾ സഹിച്ച് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ സഹിച്ച് അവർ ജീവിക്കുകയാണ്. അപമാനവും നിന്ദ്യതയും ഏറി ജീവിതം കഴിച്ചുകൂട്ടാനാണ് അവരുടെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ലേഖനം തുടരുകയാണ്. ഇദ്ദേഹം ഈ ലേഖനം എഴുതുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ലണ്ടനിൽ മാത്രം 80,000-ഓളം അവിവാഹിതകളായ വനിതകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഇത്തരം എത്ര അവിവാഹിതകളുണ്ട്, വിവാഹഭാഗ്യം ലഭിക്കാത്ത എത്ര വനിതകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഈ വിമർശകർ വല്ലവരും കണക്കാക്കിയിട്ടുണ്ടോ? ഈ എണ്ണിയാലൊടുങ്ങാത്ത ഇത്തരം ഒരു വിഭാഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവർ നരകിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അപമാനം പേറേണ്ടി വരികയാണ്. നിന്ദ്യത അവരെ ബാധിക്കുകയാണ്. ഒളിച്ചുനോട്ടങ്ങളും രണ്ടർത്ഥത്തിലുള്ള സംസാരങ്ങളുമൊക്കെ അവരെ കുത്തി നോവിക്കുകയാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ബഹുഭാര്യത്വത്തിനെതിരെ വളരെ ശക്തമായി ശബ്ദമുയർത്തുന്നവരും മനസ്സിലാക്കേണ്ട വിഷയങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ സ്വാഭാവികമായ രീതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിശാ പാർട്ടികളിലെ നർത്തകിമാരുടെ കാര്യങ്ങളും ഹോട്ടൽ മുറികളിൽ മാംസക്കച്ചവടത്തിന് വിധേയമായിട്ടുള്ള പെൺ ജീവിതങ്ങളുടെ കഥകളുമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞ ഗണത്തിൽ പെട്ടതോ അല്ലാത്തതോ ആയി ശരീരം വിറ്റുകൊണ്ട് സാമ്പത്തിക ലബ്ധിക്ക് വേണ്ടി, കുടുംബം പോറ്റുന്നതിന് വേണ്ടി, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവാന്തര വിഭാഗമായ അവഗണിക്കപ്പെട്ടവരായിരിക്കും ഇതിൽ മിക്കതും. ഇവരുടെയൊക്കെ ചാരിത്രശുദ്ധിയെയും സൗന്ദര്യത്തിനെയും ആസ്വദിക്കുവാൻ കേവലം കുറഞ്ഞ സമയത്തേക്കുള്ള പണക്കെട്ടുകൾ മാത്രമാണ് ഉപാധിയായി ഉണ്ടാവുന്നത്. ആരാലും ഇത് വിമർശിക്കപ്പെടുകയോ എതിർക്കപ്പെടുകയോ ചെയ്യാത്ത കഥകളാണ്. എന്നാൽ പെണ്ണിന്റെ ജീവിതത്തിന് കൃത്യമായ കണക്ക് പറയുകയും വിലയിടുകയും ചെയ്തിട്ടുള്ള മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ഇസ്ലാമിലെ വിവാഹ സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിനെയോ സദാചാരത്തിനെയോ അവളുടെ കന്യകത്വത്തിനെയോ വല്ലവൻക്കും ആവശ്യമാണെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ, അവകാശം വേണമെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ഉടമ്പടി ചെയ്തിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഒരു മണിക്കൂറിലേക്ക് ആവശ്യപ്പെടുന്ന തരത്തിൽ
പണക്കെട്ടിന്റെ മേൽ മാത്രം അവസാനിക്കുന്ന, ഒരു വിരുന്നിൽ മാത്രം അവസാനിക്കുന്ന അവകാശമല്ല. ഒരു പെണ്ണിന്റെ സൗന്ദര്യമോ അവളുടെ സംസ്കാരമോ അവളുടെ ശരീരമോ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ അവളെ ജീവിതകാലം മുഴുവനും ഏറ്റെടുക്കുന്ന കരാർ മുഖാന്തരം മാത്രമേ അതിന് സാധ്യമാവൂ എന്ന് നിഷ്കർഷത പുലർത്തിയിട്ടുള്ള മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇസ്ലാം സ്ത്രീയെ ആസ്വദിക്കുന്നതിന് വേണ്ടി വിവാഹം നിബന്ധനയാക്കുന്നു. സ്വാഭാവികമായും ഒരു ഭാര്യയിൽ നിന്നും മാത്രം ലഭിക്കാത്ത കാരണത്താൽ, പോരാതിരിക്കുന്ന കാരണത്താൽ കൂടുതൽ വിവാഹങ്ങൾ വേണ്ടിവരുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇതേ അവസ്ഥ ഇന്നത്തെ ആധുനിക സമൂഹത്തിനും ഉണ്ടാവുന്നു എന്നത് ശരിയാണ്. അതുകൊണ്ടാണ് ഈ നിശാ പാർട്ടികളും അതേപോലെ തന്നെ ഈ മാംസ കച്ചവടങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ പെരുകുന്നത്. ഒരാൾക്ക് ഭാര്യയും കാമുകിയും എന്ന തരത്തിൽ രണ്ട് പെൺജീവിതങ്ങൾ ബന്ധങ്ങളായി ഉണ്ടാവുന്നതിന്റെ സ്വാഭാവികത നമ്മുടെ സമൂഹത്തിലൊക്കെ പരക്കെയുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെയൊക്കെ ചിന്തിക്കേണ്ടത്, സൗന്ദര്യവും അതുപോലെ തന്നെ സദാചാരവും ഒക്കെ ആസ്വദിക്കപ്പെടുന്ന ഈ പെൺ ജന്മങ്ങൾക്കൊരിക്കലും യാതൊരു കരാറിന്റെയോ യാതൊരു ഇടപാടിന്റെയോ അവകാശങ്ങൾ ഉണ്ടാവുന്നില്ല. കേവലം സ്നേഹത്തിലും നിമിഷങ്ങളിൽ ഒതുങ്ങുന്ന സാന്ത്വന വർത്തമാനങ്ങളും മാത്രമാണ് അവർക്ക് കൂട്ട്. അത് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥകളൊക്കെ പരിതാപകരമാണ്. വിവാഹം എന്ന ഉടമ്പടിയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അവകാശങ്ങളുടെ കണക്കെഴുത്തുകളൊന്നും ഈ ജന്മങ്ങൾക്ക് ബാക്കിയാവുന്നില്ല. ഇസ്ലാമും ഇസ്ലാമേതര സമൂഹവും ഒക്കെ വനിതാ സമ്പ്രദായത്തെ അനുകൂലിക്കുന്നു എന്നത് കൃത്യമാണ്. പക്ഷേ ബഹുവനിതയെ ഭാര്യയായി മാത്രമേ ഇങ്ങനെ ആസ്വദിക്കാവൂ എന്ന് ഇസ്ലാം നിഷ്കർഷത പുലർത്തുമ്പോൾ, ഭാര്യ ഒന്നേ പാടുള്ളൂ, പക്ഷേ എത്ര ഭാര്യമാരെയും പ്രാപിക്കാം, എത്ര സ്ത്രീകളെയും പ്രാപിക്കാമെന്ന സാമൂഹിക നിയമമാണ് ഇവിടെ നിലനിൽക്കുന്നത്. സത്യത്തിൽ ഏതാണ് കൂടുതൽ ശരിയെന്നും ഏതാണ് കൂടുതൽ സ്ത്രീ സുരക്ഷയ്ക്ക് ബാധിക്കുന്നതെന്നും ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.